നമസ്കാരം. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ക്രമക്കേടിന്റെ കൂടുതൽ കണക്കുകൾ ഇന്ന് പുറത്തുവന്നു. പങ്കജ് ഭണ്ഡാരിക്ക് കോടതിയിൽ തിരിച്ചടി. ഒപ്പം തന്നെ ജോസ് കെ മാണി മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് എം.എൽ.എ ആശയക്കുഴപ്പം, അവ്യക്തത തുടരുകയാണ്. ഒട്ടേറെ വാർത്തകൾ സംഭവിച്ച വാർത്താ ദിനമാണ്. ഈ വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. 1 PM ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നടന്നത് വൻ തട്ടിപ്പും ക്രമക്കേടുമെന്ന് തെളിയിക്കുന്ന കണക്കുകൾ പുറത്ത്. പരിപാടിയിൽ അടിമുടി ധൂർത്തെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാണ്. നടക്കാത്ത പരിപാടിയുടെ പേരിൽ ബില്ലെഴുതി ചേർത്തപ്പോൾ നടത്തിയ പരിപാടിക്ക് കണക്കുമില്ല. ഇങ്ങനെ വ്യാപക പൊരുത്തക്കേടുകൾ പുറത്തു വന്നതോടെ കണക്കുകളിൽ വ്യക്തത തേടാൻ ദേവസ്വം ബോർഡ് അടിയന്തര യോഗം വിളിച്ചു. വാങ്ങിയ അഡ്വാൻസ് തുക തിരിച്ചടച്ചു എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മറുപടി. ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പ് കണക്കുകളിൽ ക്രമക്കേടിന്റെയും ധൂർത്തിന്റെയും ഘോഷയാത്ര. വിവിധ ആവശ്യത്തിനായി കൊടുത്തു തീർത്തത് 6.64 കോടി രൂപ. ഇനി കൊടുത്തു തീർക്കാനുള്ളത് 4.35 കോടി. അതായത് ഓഡിറ്റിൽ മൊത്തം ചെലവ് 11 കോടിയോളം വരും. എന്നാൽ കഴിഞ്ഞ നവംബറിൽ ദേവസ്വം കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകിയ കണക്കിൽ ആകെ ചെലവ് 4.99 കോടി രൂപ മാത്രം. ഇതിൽ 3 കോടി രൂപ കൊടുത്തു തീർത്തെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതോടെ കണക്കിൽ വ്യക്തത തേടി ദേവസ്വം ബോർഡ് അടിയന്തര യോഗം വിളിച്ചു. പരിപാടി നടത്തിയ ഊരാളുങ്കലിന് കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയും ഓഡിറ്റിംഗ് നടത്തിയ വിജയൻ ആൻഡ് അസോസിയേറ്റ് എന്ന സ്ഥാപന പ്രതിനിധികളും ചൊവ്വാഴ്ച യോഗത്തിൽ പങ്കെടുക്കും. കണക്കുകളിൽ വ്യക്തത തേടുന്നതിനൊപ്പം ഊരാളുങ്കലിന് നൽകാനുള്ള പണത്തിൽ കുറവ് വരുത്താനാകുമോ എന്നതുമാണ് യോഗത്തിന്റെ ലക്ഷ്യം. സംഗമത്തിന്റെ ഭാഗമായി നടന്ന കലാപരിപാടികളുടെ മറവിൽ പണം തട്ടിയോ എന്നും സംശയമുണ്ട്. നടക്കാത്ത ഭജനയ്ക്ക് നന്ദഗോവിന്ദം ഭജൻസിന് 8 ലക്ഷം രൂപ കൊടുത്തെന്നാണ് ഒരു ബില്ലിൽ പറയുന്നത്. അന്ന് വേദിയിൽ ഭക്തിഗാന സദസ്സ് അവതരിപ്പിച്ചത് ഗായകൻ ഇഷാൻ ദേവും സംഘവുമായിരുന്നു. കൂടാതെ വിജയ് യേശുദാസ്, വീരമണി തുടങ്ങിയവരുടെ പാട്ടും. ഇത് പരിപാടിയുടെ ചെലവിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. അതിഥികൾക്ക് 37 ലക്ഷം രൂപയ്ക്ക് ഹോട്ടൽ റൂം ബുക്ക് ചെയ്തതായി പൊതുഭരണ വകുപ്പ് കണക്കിൽ പറയുന്നു. എന്നാൽ ഇതിന്റെ പണം ആര് നൽകിയെന്നതിലും വ്യക്തതയില്ല. ദേവസ്വം കമ്മീഷണറുടെ കണക്കിൽ 24 ലക്ഷം രൂപ റൂം എടുത്ത വകയിൽ പൊതുഭരണ വകുപ്പിന് നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഇപ്പോൾ ദേവസ്വം മന്ത്രി VN വാസവൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം. അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ഇടയിൽ ഒരു ഐക്യം ഉണ്ടായിട്ട് വേണ്ടേ നാട്ടുകാരുടെ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ മുന്നോട്ട് വരാൻ. സ്വന്തം കുടുംബത്തിൽ ഐക്യം ഉണ്ടാക്കാൻ കഴിയാത്തവർക്ക് നാട്ടിലെങ്ങനെ ഐക്യം ഉണ്ടാക്കാൻ കഴിയും? പഴയ ഒരു പഴഞ്ചൊല്ലില്ലേ, അവനവൻ്റെ താടി താങ്ങാൻ മേലാത്തവർ മറ്റവരുടെ അങ്ങാടി എങ്ങനെ താങ്ങും മറ്റുള്ളവരുടെ. അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷം ഇപ്പോൾ ഈ കാര്യത്തിൽ ഉന്നയിക്കുന്ന ഓരോ പ്രശ്നങ്ങളും എടുത്ത് പരിശോധിച്ചാൽ സ്വയം അവർക്കെതിരായി തന്നെ അത് വന്ന് തിരിഞ്ഞുകൊള്ളുന്ന രൂപത്തിലേക്കാണ് ഓരോന്നും വന്നുകൊണ്ടിരിക്കും. ഇപ്പം എന്നാ സ്വർണ്ണക്കേസിനെ കുറിച്ച് നിങ്ങളാരും ചോദിക്കാത്തത്? ഇപ്പോൾ SIT വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ ബെല്ലാരിയിലുണ്ടല്ലോ. ശബരിമല വീണ്ടും പോയി നോക്കി. ഇപ്പോൾ അടുത്ത ഇതാ FIRന് വേണ്ടി ഉള്ള മൊഴിയെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. ഉന്നതമായ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെടുത്തി വലിയൊരു ടീം കോടതി ഇപ്പോൾ ഫോം ചെയ്തിരിക്കും. കോടതിയുടെ നിർദ്ദേശപ്രകാരം ഫോം ചെയ്തിരിക്കുന്നു വിജിലൻസ്. ആ ടീം അന്വേഷണം ആരംഭിക്കുന്നു. കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു കൊടിമരത്തിന് ചെതലുകൾ ഉണ്ടാകുമെന്ന് കണ്ടുപിടിച്ചത് വലിയ അത്ഭുതമല്ലേ? ആ അത്ഭുതത്തെക്കുറിച്ച് തന്നെ വാചാലമായി ആരും ചോദിക്കാത്തത്. അതിൻ്റെ അന്വേഷണം വരുന്നു. കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന 30 ദിവസത്തേക്ക് പ്രാഥമിക റിപ്പോർട്ട് വിജിലൻസിനോട് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് ബാക്കി കേസുകളും കാര്യങ്ങളും വരുന്നു. എന്നാൽ പുറത്ത് വരട്ടെ. അതിന് വിരിച്ച കാശ് ഇവിടെ, അതിന് വാങ്ങിച്ച സ്വർണ്ണം ഇവിടെ, ഇതൊക്കെ കോടതി ചോദിച്ചല്ലോ. അതല്ലേ ഇപ്പം നമ്മൾ ചർച്ചയാവേണ്ട വിഷയം. ആദ്യം ഈ വിഷയം നിയമസഭയിൽ വരുമ്പോൾ ഞാനായിരുന്നു ഇതിന് മറുപടി പറഞ്ഞത്. ഇത് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട കോടതി ഒരു SIT നിയോഗിച്ചിരിക്കുന്നു. ഞങ്ങളും ഈ കാര്യത്തിൽ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരം എഴുതി കൊടുത്തു. ഈ സംഭവം ഉണ്ടായപ്പോഴേ ഇത് സമഗ്രമായ അന്വേഷണം വേണം. ഒന്നുകിൽ പോലീസ്, ലോക്കൽ പോലീസ്, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് പോലീസ്, അതല്ലെങ്കിൽ വിജിലൻസ്, ഇതിലെ ഉന്നത ടീം കോടതി മേൽനോട്ടത്തിൽ നടക്കണം എന്ന അഭിപ്രായം ഞങ്ങൾ രേഖപ്പെടുത്തിയവരാണ്. ബഹുമാനപ്പെട്ട കോടതി അക്കാര്യത്തിൽ നല്ല തീരുമാനമാണ് എടുത്തത്. ആ SIT വെച്ചപ്പോൾ ഇവരെല്ലാം ആർക്കും വിശ്വാസമാണ് എന്ന് പറഞ്ഞു. പക്ഷേ അന്വേഷണം മറ്റൊരു രൂപത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ SIT മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വാധീനിക്കുന്ന ബഹുമാനപ്പെട്ട കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തെ മുഖ്യമന്ത്രിക്ക് എങ്ങനെ സ്വാധീനിക്കാൻ കഴിയുക? ഇതുവരെ ഒരു റിപ്പോർട്ടും ഗവൺമെൻറ്റിന് SIT കൊടുത്തില്ല. മുഴുവൻ കൊടുത്തത് കോടതിയിലാണ്. കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കോടതിയിൽ മാത്രമേ ഇത് കൊടുക്കാവുള്ളൂ, വേറെ എവിടെയും കൊടുക്കാൻ പാടില്ല. അതും അടച്ചിട്ട കോടതിയിലാണ് അതിൻ്റെ എല്ലാ തരത്തിലുള്ള വാദങ്ങളും അതുപോലെ റിപ്പോർട്ട് സമർപ്പണം എല്ലാം നടക്കുന്നത്. അങ്ങനെ നടന്ന് ഈ കേസിൻ്റെ മറ്റു രൂപത്തിലേക്ക് വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഇതുവരെ ഉത്തരം പറഞ്ഞല്ലോ. ആ ചോദ്യം ഇതായിരുന്നു:
ബഹുമാനപ്പെട്ട സോണിയാഗാന്ധി ഇസഡ് കാറ്റഗറിയിൽ സുരക്ഷാ സംവിധാനമുള്ള ലീഡറാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരന് പോലും അപ്പോയിൻമെൻറ്റ് കിട്ടാതെ ഇവിടെ വന്ന് പരാതി പറഞ്ഞു. വേറെ മുഖ്യമന്ത്രിമാർക്ക് ഇത് കിട്ടാതെ വന്നവർ BJP പോയി. ആ വീട്ടിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിലെ കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്താൻ അന്വേഷണം, അതിനെക്കുറിച്ചൊക്കെയാണ് വിശദമായി ദേവസ്വം മന്ത്രി പ്രതികരിക്കുന്നത്. അടുത്ത റിപ്പോർട്ടിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേടുകൾ കൂടി പുറത്തു വന്നതോടെ സർക്കാർ കടുത്ത പ്രതിരോധത്തിലായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായ സ്വർണ്ണക്കൊള്ള കേസ് UDF നേതാക്കളിലേക്ക് വഴിതിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ പുറത്തുവന്ന ക്രമക്കേട് സർക്കാരിന്റെ നില ദുർബലമാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കോൺഗ്രസ് നേതാക്കളും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ആയുധമാക്കി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ ആഘാതം കുറയ്ക്കാൻ സർക്കാരും LDFും കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടയിലാണ് ഇടുത്തി പോലെ ആഗോള അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേടുകൾ പുറത്തു വന്നിരിക്കുന്നത്. കിടക്ക മുതൽ ഭജന വരെ എല്ലാത്തിലും തട്ടിപ്പും ക്രമക്കേടുമാണെന്ന വിവരം പുറത്തായതോടെ സർക്കാരിന് ഉത്തരം മുട്ടിയിരിക്കുന്നു. ബോർഡും സർക്കാരും സംയുക്തമായി നടത്തിയ പരിപാടിയായതുകൊണ്ട് ക്രമക്കേടിന്റെ ഉത്തരവാദിത്തം മറ്റാരുടെയും മേൽ ചാരാനാവാത്തതും പ്രതിസന്ധിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് പുറത്തു വന്ന ക്രമക്കേടുകൾ തിരിച്ചടിയാകുമെന്ന ആശങ്ക മുന്നണിയിലാകെ പരന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പതിവ് ആക്രമണോത്സുകത മാറ്റിവെച്ച് കരുതലോടെയാണ് നേതാക്കളുടെ പ്രതികരണം. എന്തൊക്കെയാണോ പോകേണ്ടത് അതൊക്കെ ശരിയായിക്കോളും. ഇല്ലെങ്കിൽ ഉത്തരവാദിത്തം അവരെ ഏറ്റെടുത്തോളണം. ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അതിനെ ന്യായീകരിക്കാൻ പിടിക്കാനൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ കൃത്യമായിട്ട് ചെയ്തുകൊള്ളണം. ചെയ്യേണ്ട ഉത്തരവാദിത്തം നിർവഹിച്ചോളണം ആരായാലും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുന്നണി കൺവീനറെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതിൽ പ്രതിരോധത്തിലായിരുന്ന UDF ആഗോള അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേടുകൾ ഉയർത്തി തിരിച്ചടിക്കുകയാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതി മര്യാദയ്ക്ക് കണക്ക് തരണം എന്ന് പറഞ്ഞ് ഡയറക്ഷൻ കൊടുത്തൊരു കേസിൽ പോലും കൊള്ളയാണ് നടന്നിരിക്കുന്നത്. കോടികളുടെ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. കോടതി നിരീക്ഷണത്തിൽ ഇത്രയും കൊള്ള നടത്താമെങ്കിൽ ഇവർ ശബരിമലയിൽ നിന്ന് എന്തെല്ലാം അടിച്ചു മാറ്റി കാണും. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച മന്ത്രി VN വാസവനെതിരെ സ്പീക്കർക്ക് കത്ത് നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പക്ഷേ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു, മുഴുവൻ പണവും തിരിച്ചടച്ചിട്ടില്ല. നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രീ വാസവൻ ചെയ്തത് അദ്ദേഹത്തിനെതിരെ പ്രിവിലേജ് മൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്പീക്കർക്ക് കത്ത് ഇന്ന് നൽകുകയാണ്. ഇതിന് ഉത്തരവാദി വാസവനാണ്, ദേവസ്വം മന്ത്രിയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിലുള്ള തട്ടിപ്പും ദൂർത്തും അന്വേഷിക്കണമെന്ന ആവശ്യം ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്കുമുണ്ട്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് രണ്ടാം ദിനവും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന. ശ്രീകോവിലിന് മുന്നിലെ കട്ടിളപ്പാളിയിൽ നിന്നുള്ള സ്വർണം പൂർണ്ണമായി പരിശോധനയ്ക്ക് വേണ്ടി ഇളക്കി മാറ്റി. ഇതിനിടെ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ഇന്നലെ നട തുറന്നതിനു പിന്നാലെ സന്നിധാനത്ത് തുടങ്ങിയ SITയുടെ പരിശോധന രണ്ടാം ദിനവും തുടരുകയാണ്. തൂണുകളിൽ നിന്നും ദ്വാരപാലക ശില്പത്തിൽ നിന്നും സ്വർണം ഇളക്കി മാറ്റിയതിനു പിന്നാലെ ശ്രീകോവിലിന്റെ മുമ്പിലെ കട്ടിളപ്പാളിയിൽ നിന്നും സ്വർണം ഇളക്കിയെടുത്തു. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുറിയിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് സ്വർണ്ണപ്പാളികൾ SIT പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമാക്കി. സ്വർണ്ണപ്പാളികളുടെ അളവും തൂക്കവുമാണ് സന്നിധാനത്ത് വെച്ച് പരിശോധിക്കുക. ലീഗൽ മെട്രോളജി വിഭാഗത്തിലെ ജീവനക്കാരുടെ സഹായത്തോടുകൂടിയാണ് പ്രാഥമിക പരിശോധനയും മറ്റു കാര്യങ്ങളും. അതിനുശേഷം സാമ്പിളുകൾ ശേഖരിച്ച് വിദഗ്ധ കേന്ദ്രത്തിലേക്ക് അയക്കും. നാളെ കൂടി പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും SIT മടങ്ങുക. SP ശശിധരന്റെ നേതൃത്വത്തിലാണ് പരിശോധന. അതിനിടെ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. സ്വർണ്ണക്കൊള്ള ഗൂഢാലോചനയിൽ പ്രധാനിയാണ് പങ്കജ് ഭണ്ഡാരിയെന്ന് SIT കണ്ടെത്തിയിരുന്നു. കേസിലെ 12ാം പ്രതിയാണ് പങ്കജ് ഭണ്ഡാരി. 24 പത്തനംതിട്ട. പാലായിൽ ജോസ് കെ മാണി മത്സരിക്കുമെന്ന് ആവർത്തിച്ച മന്ത്രി റോഷി അഗസ്റ്റിനും ഉറപ്പ് പറയാതെ കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണിയും. ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമെന്ന് അടിമാലിയിൽ താൻ പ്രഖ്യാപിച്ചത് ചോരത്തെളുപ്പ് കൊണ്ടല്ല എന്നാണ് റോഷി അഗസ്റ്റിന്റെ വിശദീകരണം. പാർട്ടി തീരുമാനത്തിന് മുൻപേ റോഷി അഗസ്റ്റിൻ നടത്തിയ പ്രഖ്യാപനം അണികൾക്കിടയിലും ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. പാർട്ടി തീരുമാനിക്കും, ജോസ് കെ മാണി മത്സരിക്കും. അതൊക്കെ പാർട്ടിയുടെ തീരുമാനങ്ങൾ അവർ സമയത്ത് പുറപ്പെടുവിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സത്യമായി രംഗത്ത് വരും, സജീവമായി നേരിടും. നല്ല വിജയം എല്ലാ മേഖലയിലും ഉണ്ടാവും. അദ്ദേഹം എപ്പോഴും ഒരു KSC വളർന്നു വന്നയാളാണ്. ആ ചോരത്തിളപ്പ് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം സ്നേഹം കൂടുമ്പോൾ അതൊക്കെ പറയും. പിന്നെ അദ്ദേഹം മത്സരിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. പറയുമ്പോൾ രണ്ടുപേരും ഒറ്റക്കെട്ടാണ്. എന്നാൽ ഈ പ്രതികരണം പല സംശയങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. പാലായിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പു പറയാൻ ജോസ് കെ മാണിക്ക് സാധിക്കുന്നില്ല. എന്നാൽ അക്കാര്യത്തിൽ റോഷി അഗസ്റ്റിന് കോൺഫിഡൻസ് അല്പം കൂടുതലാണ്. ചേർത്തലപ്പ് കൊണ്ട് KSC നേതാവുമായിരുന്നു. എന്നെ തെറ്റിരിക്കുന്നത് ചെയർമാൻ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ചെയർമാനില്ലെന്നും ചെയർമാൻ്റെ സ്ഥാനാർത്ഥിയില്ലെന്നും ഞങ്ങൾ നാദില്ലാത്ത കളരില്ലല്ലോ. ഞങ്ങളുടെ ചെയർമാൻ മത്സരിക്കും. പാർട്ടിക്ക് വേണ്ടത് പാർട്ടിയുടെ ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് ഏബിളാണെന്ന് കണ്ടാലല്ലേ ജനങ്ങളെ കൂടെ നിൽക്കുള്ളൂ. പിന്നെ ഞങ്ങളെന്താ പിന്നെ അങ്ങ് മാറി നിൽക്കുക? മാധ്യമങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറയുമ്പോഴും ശക്തമായൊരു നേതൃത്വം കേരള കോൺഗ്രസ് എമ്മിന് വേണമെന്ന് ഓർമ്മിപ്പിക്കുന്നു റോഷി അഗസ്റ്റിൻ.
കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ അത് ലീഡർഷിപ്പിൽ തന്നെ ഉണ്ടാവും, മത്സരിക്കുമെന്ന് പറയുന്നതാണ് കോൺഫിഡൻസ്. അത് ഞങ്ങളുടെ ജനങ്ങളുടെ അംഗീകാരം. അത് ഞാൻ പറഞ്ഞല്ലോ. ഇനി പാർട്ടിക്ക് തീരുമാനം കൈക്കൊള്ളാമല്ലോ. പാർട്ടി തീരുമാനം എടുക്കുന്ന അദ്ദേഹം പറഞ്ഞില്ലേ, പിന്നെ അതിന് അധികരിക്കാൻ പറ്റുമോ? റോഷി അഗസ്റ്റിന്റെ നിലപാട് ശരിവെക്കാൻ ഇന്നും ജോസ് കെ മാണി തയ്യാറായില്ല. മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ലെന്ന് ജോസ് കെ മാണി ആവർത്തിച്ചു. ഇപ്പോൾ ഇരിക്കുന്ന MLA-മാർ പോലും അവർ തന്നെയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഉൾപ്പെടെ ഇപ്പോൾ മത്സരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതെല്ലാം നമ്മൾ പാർട്ടി ചർച്ചയ്ക്ക് ശേഷം പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. പാലായിലെ വികസന വിഷയത്തിൽ മാണി സി കാപ്പനുമായി കൊമ്പ് കോർക്കുന്നുണ്ടെങ്കിലും ഇതുവരെ മത്സരിക്കുമെന്ന് ജോസ് കെ മാണി പറഞ്ഞിട്ടില്ല. ഇതുതന്നെയാണ് ആശയക്കുഴപ്പത്തിന്റെ പ്രധാന കാരണം. മുന്നണി മാറ്റം ചർച്ചയായ സമയത്ത് റോഷി അടക്കമുള്ളവർ സ്വീകരിച്ച നിലപാടാണ് UDF പ്രവേശനത്തിന് തടയിട്ടത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നേതൃത്വത്തിലെ ഭിന്നിപ്പ് പുറത്തു വരുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ടോബി ജോൺസൺ, 24 കോട്ടയം. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം ദേവസ്വം കമ്മീഷന്റെ റിപ്പോർട്ട് അത് തെറ്റാണ് എന്ന് പറയുകയാണ്, വിമർശനം ഉന്നയിക്കുകയാണ്. ആകെ ചെലവഴിച്ചത് 3 കോടി മാത്രമാണ്. ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്ത തുക അത് തിരിച്ചടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ചില കണക്കുകളൊക്കെ അദ്ദേഹം ഫേസ്ബുക്കിൽ നൽകിയിട്ടുമുണ്ട്. അടുത്ത വാർത്തയിലേക്ക്. ഇടത് സഹയാത്രികനും സംവിധായകനുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരെ ലൈംഗികാതിക്രമ പരാതിയിൽ സർക്കാരിനെ വിമർശിച്ച് തുറന്നു പറച്ചിലുമായി ചലച്ചിത്ര പ്രവർത്തക ഡോക്ടർ ആശ ആച്ചി ജോസഫ്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും പോലീസ് FIR ഇട്ടത് വാർത്തയായതിനു ശേഷം മാത്രമാണ്. ലൈംഗികാതിക്രമം നടത്തിയത് ബോധപൂർവമാണ്, സഹതാപമല്ല ഐക്യദാർഢ്യമാണ് അഭ്യർത്ഥിക്കുന്നതെന്നും മലയാള മനോരമ ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ഡോക്ടർ ആശ ആച്ചി ജോസഫ് പറഞ്ഞു. 30ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സ്ക്രീനിങ്ങിനിടെയുണ്ടായ ലൈംഗികാതിക്രമത്തെക്കുറിച്ചാണ് ചലച്ചിത്ര പ്രവർത്തക ഡോക്ടർ ആശ ആച്ചി ജോസഫ് തുറന്നു പറഞ്ഞത്. താൻ തൊഴിലിടത്തിലെ ലൈംഗികാതിക്രമത്തെ അതിജീവിച്ച സ്ത്രീ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ലേഖനത്തിൽ നേരിട്ട നീതി നിഷേധത്തെക്കുറിച്ച് വിശദമാക്കുന്നുണ്ട്. ലൈംഗികാതിക്രമം നേരിട്ടതിനു ശേഷം നവംബർ 24-ന് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകി. ഡിസംബർ 8-ന് മാധ്യമവാർത്തകൾ വന്നതിനു ശേഷമാണ് FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായതെന്നും ഗുരുതര ആരോപണമുണ്ട്. മിണ്ടാതിരിക്കണമെന്നും കാര്യങ്ങൾ സങ്കീർണമാക്കരുതെന്നും പലരും ഉപദേശിച്ചു. എന്നാൽ മിണ്ടാതിരിക്കുക എന്നത് തന്റെ അന്തസ്സിന് മേൽ നടക്കുന്ന രണ്ടാമത്തെ അതിക്രമമായി തോന്നിയെന്ന് ഡോക്ടർ ആശ ആച്ചി ജോസഫ് പറയുന്നു. വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. സ്വന്തക്കാർ വന്നു കഴിഞ്ഞപ്പോൾ പ്രത്യേക സ്നേഹം കൂടിയാ. എന്താണ് കാര്യം? ഇത്രയും ദിവസം ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടു എന്ന് പരാതി കൊടുത്തിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. അപ്പോൾ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത എന്തായിരിക്കും സ്ഥിതി? തെറ്റാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഗുരുതരമായ തെറ്റാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നവംബർ 6-ന് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് നടന്ന സ്ക്രീനിങ്ങിനിടെയാണ് പരാതിക്കാസ്പദമായ സംഭവമുണ്ടായത്. രാജ്യാന്തര ചലച്ചിത്രമേള സെലക്ഷൻ കമ്മിറ്റി അധ്യക്ഷനായിരുന്ന PT കുഞ്ഞുമുഹമ്മദിനെതിരെ കന്റോൺമെന്റ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് അതിക്രമം നേരിട്ട സ്ത്രീ പൊതുമധ്യത്തിലേക്ക് എത്തുന്നത്. തൊഴിലിടത്തിൽ ഇനി ആരും ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനാണ് തുറന്നു പറച്ചിലെന്നും ഡോക്ടർ ആശ ആച്ചി ജോസഫ് കൂട്ടിച്ചേർക്കുന്നു. 24 തിരുവനന്തപുരം. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിലെ പിടിവലിയിൽ കോഴിക്കോട് DCC അധ്യക്ഷൻ നടത്തിയ സ്നേഹത്തള്ളൽ വിശദീകരണത്തിനെതിരെ K മുരളീധരൻ. സ്നേഹത്തള്ളലായാലും സ്നേഹത്തല്ലായാലും തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യും. ചാനലിൽ മുഖം കാണിക്കാൻ തള്ളുന്നവരോട് ജനത്തിന് പരിഹാസമാണെന്നും K മുരളീധരൻ തുറന്നടിച്ചു. 24 എക്സ്ക്ലൂസീവ്. ഈ സ്നേഹത്തല്ലാണെങ്കിലും സ്നേഹത്തള്ളാണെങ്കിലും അത് ദോഷം തന്നെയാണ്. തല്ലലും മോശമാണ്, തള്ളലും മോശമാണ്. അത് സ്നേഹത്തിൻ്റെ ഭാഷയിലാണെങ്കിലും എന്താ പറയണ്ടേ, ദേഷ്യത്തിൻ്റെ ഭാഷയിലാണ്, രൗദ്രത്തിൻ്റെ ഭാഷയിലാണെങ്കിലും ആ തള്ളലൊന്നും എലക്ഷൻ ജയിക്കാൻ സഹായകരമല്ല. ആ തള്ളുന്ന നേരം കൊണ്ട് പാർട്ടിക്ക് വേണ്ടി കുറച്ച് അധ്വാനിച്ചാൽ അത്രയും വോട്ട് നമുക്ക് കിട്ടും. ഞാൻ അത്രേ പറയുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇക്കാര്യത്തിൽ ഒരു വിമർശനം ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഇതാദ്യമായിട്ടാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഒപ്പം ഈ സ്നേഹത്തള്ളൽ എന്നൊക്കെയുള്ള ന്യായീകരണവുമായി മറ്റ് നേതാക്കൾ വരുന്നത് നമ്മൾ കണ്ടതാണ്. എന്താണ് K മുരളീധരന്റെ നിലപാട് ഈ വിഷയത്തിൽ? തീർച്ചയായും പൂർണ്ണമായി അദ്ദേഹം ഈ സ്നേഹത്തള്ളലിനെ അല്ലെങ്കിൽ സ്നേഹത്തള്ളലിനെ പൂർണ്ണമായി
എതിർക്കുകയാണ്. ആ സമയം പാർട്ടിക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നന്നാവുമെന്നാണ് പറയുന്നത്. ഇന്ന് തൃശ്ശൂർ പുന്നയൂർകുളത്ത് കെ കരുണാകരൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച അവാർഡ്, സ്മാരക അവാർഡ്, അത് തേറമ്പിൽ രാമകൃഷ്ണൻ നൽകിക്കൊണ്ടുള്ള ഒരു സംസാരത്തിനിടെയാണ് ഇത്തരത്തിൽ തുറന്നടിക്കുന്ന ഒരു നിലപാടുണ്ടായത്. പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന സാധാരണ പ്രവർത്തകരോടുള്ള ഒരു സംഭാഷണം എന്ന തരത്തിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ ആ കോഴിക്കോട്ടെ ആ സംഭവത്തെ പൂർണ്ണമായി തുറന്നെതിർക്കുകയാണ്. സ്നേഹത്തള്ളലായാലും സ്നേഹത്തല്ലായാലും അത് പാർട്ടിക്ക് ദോഷം ചെയ്യും. അത് ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ തന്നെയാണെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. ഇത് കൂടാതെ മറ്റൊന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ക്യാമറകൾക്ക് മുൻപിൽ, TV ക്യാമറകൾക്ക് മുൻപിൽ മുഖം കാണിക്കാൻ നിൽക്കുന്ന ആളുകളോട് പരിഹാസമാണ് ജനത്തിന് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. പരസ്യമായ വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവും കോഴിക്കോട് DCC അധ്യക്ഷനും അടക്കം ഇത് ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഷഫി പറമ്പിലിനെയും ആ ഒരു സംഭവത്തെ ന്യായീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെയാണ് കെ മുരളീധരൻ ഒരു പരിഹാസ രൂപേണ തുറന്ന് എതിർത്തിരിക്കുന്നത്. അനുജ, അതാണ് കെ മുരളീധരന്റെ ആ വിഷയത്തിലെ നിലപാട്. പ്രചാരണ പ്രകടന പത്രിക കമ്മിറ്റികളെ പ്രഖ്യാപിച്ചും ഡോക്ടർ ശശി തരൂർ ഉൾപ്പെടെയുള്ളവർക്ക് പരിഗണന നൽകിയും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കി കോൺഗ്രസ്. പ്രചാരണ സമിതിയുടെ ആദ്യ യോഗം തിങ്കളാഴ്ച ചേരുമെന്ന് പ്രചാരണ കമ്മിറ്റി അധ്യക്ഷൻ രമേശ് ചെന്നിത്തല പറഞ്ഞു. UDF-ന് നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിന് അത് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് ഞങ്ങൾ നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാറില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് അവർ തീരുമാനിക്കുമെന്ന് രാഹുൽ ഗാന്ധിയുടെ യോഗത്തിൽ വെച്ച് തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു തർക്കമോ ചർച്ചയോ ഇപ്പോൾ ഇല്ല. ഇപ്പം ഞങ്ങളുടെ മുമ്പിലുള്ള അജണ്ട കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് UDF പ്രവർത്തകരെയും ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയിട്ട് സർവ്വസജ്ജരായി പ്രവർത്തന രംഗത്തിറങ്ങുക എന്നുള്ളതാണ്. എല്ലാവരും ഒരു മനസ്സോടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതേസമയം KPCC-യിൽ അഴിച്ചുപണി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. നിലവിലെ അധ്യക്ഷൻ മത്സരിക്കുകയാണെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കൾക്ക് താത്കാലിക ചുമതല കൊടുക്കുന്നതാണ് കീഴ്വഴക്കമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. എനിക്ക് സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ കീഴ്വഴക്കമെന്നനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലോ KPCC അധ്യക്ഷൻ മത്സരിക്കുകയാണെങ്കിൽ പകരം ആ അധ്യക്ഷൻ മത്സരിക്കാൻ ആണെങ്കിൽ ആ കാലയളവിൽ ഒരു സീനിയർ നേതാവിന് ചുമതല കൊടുക്കുന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ കീഴ്വഴക്കം. ഹൈക്കമാൻഡ് അതാണ് ചെയ്യുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ LDF വികസന മുന്നേറ്റ ജാഥയുടെ പോസ്റ്റർ വച്ചതിൽ രാഷ്ട്രീയ വിവാദം. മദ്യപനാണ് പോസ്റ്റർ കൊണ്ടുവച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടും LDF-നെതിരെ ആരോപണവുമായി UDF നേതാക്കൾ രംഗത്ത് വന്നു. അനാവശ്യ വിവാദമെന്നും ചാണ്ടി ഉമ്മനോട് സംസാരിച്ചെന്നും കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി പ്രതികരിച്ചു. 2 ദിവസം മുമ്പാണ് സംഭവം. മാനസിക പ്രശ്നം നേരിടുന്നയാൾ പുതുപ്പള്ളിപ്പള്ളിയിലെത്തി പ്രശ്നങ്ങളുണ്ടാക്കി. പിന്നാലെ LDF വികസന മുന്നേറ്റ ജാഥയുടെ ഫ്ലക്സ ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുകളിൽ വെച്ചു. പോലീസ് അന്വേഷിച്ച് ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു. സംഭവത്തിൽ ജോസ് കെ മാണി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട കോട്ടയം DCC അധ്യക്ഷൻ നാട്ടകം സുരേഷ് സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയതോടെ രാഷ്ട്രീയ വിവാദത്തിന് തുടക്കം. ഉമ്മൻചാണ്ടിയെ ഇനിയെങ്കിലും വെറുതെ വിടണമെന്ന നേതാക്കൾ. ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള സ്ഥലത്ത് ആ കല്ലറയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ മരിച്ചിട്ടും 1.5 കൊല്ലം 2 വർഷത്തോളം ആകാൻ പോകുന്ന കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയെ എന്തിനു വേട്ടയാടാൻ ശ്രമിക്കുന്നു? എന്തിനു വേട്ടയാടുന്നു? അത് ശരിയല്ല. ആരെങ്കിലും ബോധപൂർവം ചെയ്തതാണെങ്കിൽ അത് UDF ആയിരിക്കുമെന്ന CPIM ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. ഇതൊരു രാഷ്ട്രീയ വിവാദമാക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസും UDF-ഉം ബോധപൂർവം ശ്രമിച്ചത് എന്നത് ഇപ്പോൾ വളരെ വ്യക്തമാവുകയാണ്. DCCയുടെ പ്രസിഡന്റും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA-യും ഇത് LDF ചെയ്തതാണ്, CPM ചെയ്തതാണ് എന്ന പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവാദം അനാവശ്യമെന്നും ചാണ്ടി ഉമ്മനുമായി ഫോണിൽ സംസാരിച്ചെന്നും ജോസ് കെ മാണി പറഞ്ഞു. അത് വേറെ ആരോ മിസ്ഗൈഡൻസ് ചെയ്തതാണ്, ഒരു കുഴപ്പമില്ല, എനിക്കറിയാം എന്ന് പറഞ്ഞു. പക്ഷെ അത് അനാവശ്യമായി മീഡിയക്കകത്തിട്ടു, അതൊരു വാർത്തയാക്കി. അങ്ങനെയെല്ലാം ആരെയും ഇച്ചിരി വിവരമുള്ള ആളുണ്ടെങ്കിൽ ബുദ്ധിയുള്ള ആൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫ്ലക്സ് വെച്ചയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലവും ചർച്ചയാകുന്നുണ്ട്. സംഭവത്തിൽ ഇതുവരെ പ്രതികരണം നടത്താൻ ചാണ്ടി ഉമ്മൻ തയ്യാറായിട്ടില്ല. 24 കോട്ടയം. തൃശൂർ പൂരം കലക്കലിൽ തിരുവമ്പാടി ദേവസ്വത്തെ കുറ്റപ്പെടുത്തിയും പോലീസ് ഗൂഢാലോചനാവാദം തള്ളിയും അന്വേഷണ റിപ്പോർട്ട്. പോലീസ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയില്ല എന്നാണ് റിപ്പോർട്ട്. ADGP MR അജിത് കുമാറിനെതിരെയും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പരാമർശമില്ല. DIG തോംസൺ ജോസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പോലീസിന് പൂർണ്ണ സംരക്ഷണം ഒരുക്കുകയാണ്. നിയമപരമായ നടപടികൾ പൂർത്തിയാക്കുക മാത്രമാണ് പോലീസ് ചെയ്തത്. പൂരം കലക്കാനുള്ള ഗൂഢാലോചനയിൽ പോലീസിന് യാതൊരു പങ്കുമില്ല. ADGP MR അജിത് കുമാറിനെയും റിപ്പോർട്ടിൽ കുറ്റവിമുക്തനാക്കുന്നു.
സംശയത്തിന്റെ നിഴലിൽ തിരുവമ്പാടി ദേവസ്വം മാത്രമാണ്. ജില്ലാ കളക്ടറുടെയും കമ്മീഷണറുടെയും നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗങ്ങളിലെടുത്ത തീരുമാനങ്ങൾ പൂരദിവസം തിരുവമ്പാടി പാലിക്കാൻ തയ്യാറായില്ല. ഏകപക്ഷീയ നിലപാടുകൾ പലപ്പോഴും സ്വീകരിച്ചു. തിരുവമ്പാടിയിലെ ചിലരുടെ രാഷ്ട്രീയ ബന്ധവും റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുമില്ല. തിരുവമ്പാടി ദേവസ്വത്തെ ഉൾപ്പെടെ ആരെയെങ്കിലും ഗൂഢാലോചനയിൽ പ്രതി ചേർക്കണമോ എന്ന് ADGP തീരുമാനിക്കും. എന്നാൽ റിപ്പോർട്ട് പ്രതിപക്ഷം പൂർണ്ണമായും തള്ളി. ആ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും തെറ്റാണ്. വ്യക്തമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ പൂരം കലക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ എല്ലാ ചാനലുകളും കാണിച്ചതാണ്. ഇതിനെല്ലാം മറച്ചു വെച്ച് അജിത് കുമാറെ രക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി എഴുതിയൊരു തിരക്കഥ. ഈ തിരക്കഥയുടെ സംവിധായകൻ അജിത് കുമാറാണ്. ഇപ്പോൾ പിണറായിയുടെ തിരക്കഥ, അജിത് കുമാറിൻ്റെ സംവിധാനം. ഞാൻ ചോദിക്കുന്നത്, ഈ റിപ്പോർട്ട് സുനിൽകുമാർ അംഗീകരിക്കുന്നുണ്ടോ? CPI അംഗീകരിക്കുന്നുണ്ടോ? 2024 ഒക്ടോബറിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണം 16 മാസത്തിന് ശേഷമാണ് പൂർത്തിയായത്. 24 തൃശൂർ.